ഈ കാരാമ്പറ്റിൻ്റെ വീഡിയോ കണ്ടപ്പോൾ പലരും ചോദിച്ചു, ഇത്ര ചെറിയ ബ്ലേഡല്ലേ, ഇതെന്താ ഇത്ര ഡേഞ്ചറസ് ആണെന്നൊക്കെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. കാണിച്ചു തരാം. കണ്ടോ, ഒറ്റ സ്ട്രൈക്കാണിത്. ഇത് നിങ്ങളുടെ മുഖത്ത് കിട്ടി എങ്ങനെ ഉണ്ടാവും എന്ന് മാത്രം ആലോചിച്ചാൽ മതി. സോ ഈ ബ്ലേഡ് ഇത്ര ഡേഞ്ചറസ് ആണെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളുടെ കയ്യിൽ മാത്രമേ മറ്റൊരാൾക്ക് പരിക്ക് പറ്റുള്ളൂ. ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടുന്ന നല്ല പണി. പ്രത്യേകിച്ച് ഈ കാരാമ്പിറ്റ് ഒരു കേർവ് ബ്ലേഡാണ്. ഇതിനെ ടൈഗർ ക്ലോ എന്നും കൂടെ പറയും. ഒരു കടുവയുടെ ക്ലോ പോലെയുള്ളൊരു ഷേപ്പ് ഉണ്ട് ഇതിന്. ഇതെങ്ങനെയാണ് വീൽഡ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് പല ടൈപ്പ് ഓഫ് അറ്റാക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കാം. എനിക്കിതിങ്ങനെ ഒറ്റക്കൈയിൽ കാണിക്കാനും പറ്റും. പക്ഷേ ഇതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് ഈ ബ്ലേഡ് വീൽഡ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും കറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഇത് പ്രയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ത്രസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ബ്ലേഡിന് പ്രത്യേകിച്ച് ഇതിന് ലോക്കില്ലാത്ത ബ്ലേഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വീൽഡ് ചെയ്യുമ്പോൾ ഈ ആംഗിളിലല്ല വീൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് കറക്റ്റായിട്ടല്ല വീൽഡ് ചെയ്യുന്നതെങ്കിൽ ഈ ബ്ലേഡ് ഇങ്ങനെ മടങ്ങും കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളെ വിരലുണ്ടാവും. എന്നിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വിരലാണ്ട് പോയി കിട്ടും. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് വളരെ കെയർഫുള്ളായിട്ട് ഇത് ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് മാത്രമേ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഭയങ്കര ഹാൻഡിയാണ്. ഈ ബ്ലേഡ് എത്രത്തോളം റസ്റ്റഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം യൂസ്ഡ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്ലേഡിലൊന്നാണിത്. യൂസ് ചെയ്യാനും വീൽഡ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര രസമാണ്. പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. ഇങ്ങനെ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യും. അത് യൂസ് ചെയ്യുന്നവർക്കറിയാം കാരാമ്പിറ്റ് എത്രത്തോളം അടിപൊളിയായിട്ടുള്ളൊരു വെപ്പണാണ്. ഇത് സെയിം കാരാമ്പിറ്റിൻ്റെ മറ്റൊരു വേർഷനാണ്. ഇതിങ്ങനെയാണ് എടുക്കുക. ഈ ബ്ലേഡ് നമുക്ക് ഇങ്ങനെ വീൽഡ് ചെയ്യാം. ഇതിനിങ്ങനെ ഒരു ക്ലിപ്പുണ്ട്. നമുക്കിത് നമ്മുടെ പാൻറ്റിലോ ഒക്കെ ബാഗിലോ ഒക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതും വീൽഡ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ കേർവ് ഇത്തിരി കൂടെ ഇതാണ്. അപ്പോൾ ഇത് ത്രസ്റ്റ് ചെയ്ത് കയറാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര കില്ലായിട്ടുള്ള വെക്കണം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിനും ആ ലോക്കില്ല. ലോക്കുള്ള കാരാമ്പിറ്റ്സ് ഉണ്ട്, പക്ഷേ ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് വെപ്പൺ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഇതിപ്പോൾ ആമസോണിലോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊന്നും അങ്ങനെ അവൈലബിൾ അല്ല. ഇതിനോട് സിമിലർ ആയിട്ടൊരു ബ്ലേഡാണ് ഞാൻ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയുള്ള പരിപാടി. ചുമ്മാ ഒന്നൊന്ന് പോറിയെടുത്തേ ഉള്ളൂ. ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഡിഫറൻസ് എന്താണ്. ഇത് സാധാരണ കത്തി പോലെയല്ല. നമ്മുടെ ബോഡിയുടെ ഒരു ത്രസ്റ്റ് എന്നുള്ളൊരു ഫോഴ്സ് കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് കയറും. അപ്പം ഇങ്ങനൊരു കട്ടാണ് വരുന്നതെങ്കിൽ ആ കട്ട് ചെയ്ത് ആ പോയ ഭാഗത്ത് നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു കട്ട് ഇതുകൊണ്ടുണ്ടാവും. സോ ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇതിനും ആ ലോക്കില്ല കേട്ടോ. ലോക്കില്ലാത്ത ബ്ലേഡ്. ഈ സ്റ്റാഷിങ്ങിൻ്റെ ഈ രണ്ട് ബ്ലേഡ് ഇതിപ്പം കാരാമ്പിറ്റ് വെച്ചിട്ടുള്ള ഒരു കട്ടാണ്. ഇനി നമ്മൾ ഒരു സാധാ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് നോക്കാം ഒരു കട്ട് എങ്ങനെ വരുന്നു. കണ്ടോ, ഇതാണ് ഒരു സാധാ ബ്ലേഡ് വെച്ചിട്ടുള്ള കട്ട്. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതിനെ കുറിച്ച് കാരാമ്പിറ്റ് കണ്ടോ, കുത്തി അങ്ങോട്ട് കയറിപ്പോയി. അതെൻ്റെ വീൽഡ് ചെയ്തതിൻ്റെ എൻ്റെ പവറിൻ്റെ ഡിഫറൻസ് ഒന്നുമല്ല. അത് ആ ബ്ലേഡിൻ്റെ പ്രത്യേകതയാണ്. നമ്മളെ ത്രസ്റ്റ് അത് അങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുക. അതാണ് ഒരു കാരാമ്പിറ്റിൻ്റെ ഒരു ലോക്കിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് ഈ ബ്ലേഡിൽ ഞാൻ കാണിച്ചത്. ഇത് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇത് ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള ടൂളാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ നമുക്ക് വീൽഡ് ചെയ്യാം. ഇനി ഇത് തിരിച്ചിങ്ങോട്ടേക്ക് കയറില്ല, കാരണം ഇവിടെ ഒരു ലോക്കുണ്ട്. അപ്പോൾ ഈ ലോക്ക് ഇതാ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ബ്ലേഡ് ഇങ്ങനെ മടക്കാൻ. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഏത് ബ്ലേഡ് യൂസ് ചെയ്യുകയാണെങ്കിലും അതിനകത്ത് ലോക്കുള്ള ബ്ലേഡ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഈ ഒരു ബ്ലേഡിൻ്റെ ഒരു യൂസ് കേസും കൂടെ നോക്കാം കേട്ടോ. ഈ രണ്ട് ബ്ലേഡും തമ്മിൽ വീൽഡ് ചെയ്തപ്പോഴുള്ള ഡിഫറൻസ്. ഇത് കാരാമ്പിറ്റ് വെച്ചുണ്ടാക്കിയ കട്ടാണ്. ഇതതിൻ്റെ മേലെയുള്ളതൊരു സാധാ ബ്ലേഡ് വെച്ചുള്ള കട്ടാണ്. അതെൻ്റെ പവറിലോ എൻ്റെ ടെക്നിക്കിലോ ഉള്ള ഡിഫറൻസ് അല്ല, അത് ഈ ബ്ലേഡിൻ്റെ പ്രത്യേകതയാണ്. ഇത് സ്റ്റാബ് ചെയ്യാനാണ്. ഇത് കണ്ടോ, സ്റ്റാബ് ചെയ്തതാണ്, അങ്ങോട്ട് കയറിപ്പോവും. ഇത് വെച്ച് സ്റ്റാബ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നിങ്ങളെ കൈ അങ്ങ് പോകും. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നു, ആ ബ്ലേഡ് എങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ യൂസും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഒക്കെ ഡിഫർ ചെയ്യും. നിങ്ങളുടെ ടെക്നിക്ക് ഏതാണോ, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, അതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്.